ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൈറ്റ്സ് ഓഫ് ഫെയ്ത്ത് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ പ്രഭാഷകൻ 46-ാമത്തെ അധ്യായമാണ് വിവരിക്കുന്നത്. ചോദ്യം 1. ജോഷയുടെ പിതാവിൻ്റെ പേരെന്ത്? ഉത്തരം നൂൻ. 2. മോശയുടെ പിൻഗാമിയായ യുദ്ധവീരൻ ആരായിരുന്നു? ഉത്തരം ജോഷ. ചോദ്യം 3. ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷ എന്താണ് ചെയ്തത്? ഉത്തരം അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ചോദ്യം 4. കർത്താവ് ജോഷയ്ക്ക് ഉത്തരം അരുളിയതെങ്ങനെ? ഉത്തരം കന്മഴ അഴച്ച് എന്നാണ്. 5. ജോഷ എവിടെ വെച്ചാണ് ശത്രുക്കളെ നശിപ്പിച്ചത്? ഉത്തരം ബെത്ത്ഹൊറോൻ ഇറക്കത്തിൽ വെച്ച്. 6. കാലേബ് ആരുടെ പുത്രനായിരുന്നു? ഉത്തരം യെഫുന്ന. 7. എത്ര പേരിൽ നിന്നാണ് ജോഷിയും കാലേബും അവശേഷിച്ചത്? ഉത്തരം 6,00,000. 8. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ എന്ന് പറയുന്നത് ആരെക്കുറിച്ച്? ഉത്തരം കർത്താവിൽ നിന്ന് അകന്നു പോകാത്ത ന്യായാധിപന്മാരെക്കുറിച്ച്. 9. ജനത്തിന് അധികാരികളെ അഭിഷേകം ചെയ്ത് കൊടുത്ത പ്രവാചകൻ ആര്? ഉത്തരം സാമുവേൽ. 10. വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു ആര്? അതിൻ്റെയും ഉത്തരം സാമുവേൽ എന്ന് തന്നെയാണ്. 11. ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ സാമുവേൽ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് ബലിയർപ്പിച്ചതെങ്ങനെ? ഉത്തരം മുല കുടിക്കുന്ന ആട്ടിൻ കുട്ടിയെയാണ് ബലിയർപ്പിച്ചത്. ചോദ്യം 12. ശക്തമായ ഇടിമുഴക്കത്തോടെ കർത്താവ് നിർമ്മാർജ്ജനം ചെയ്തത് ആരെയെല്ലാം? ഉത്തരം ടൈറിലെ ജനനേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയുമാണ് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്തത്. ചോദ്യം 13. ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല, ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം സാമുവേൽ എന്നാണ്. 14. രാജാവിനെ മരണം മുൻകൂട്ടി അറിയിച്ചതാര്? ഇതിൻ്റെയും ഉത്തരം സാമുവേൽ എന്ന് തന്നെയാണ്. അവസാനത്തേതും ആയ ചോദ്യം 15. ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് സ്വരമുയർത്തിയ പ്രവാചകൻ ആര്? അതിൻ്റെയും ഉത്തരം സാമുവേൽ എന്ന് തന്നെ.